വണക്കം, വന്ദനം, നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല. അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 11-ാം തീയതി ഓഗസ്റ്റ് മാസം 2025 രാവിലെ 8 മണി ആയിട്ടുണ്ട്. ഇന്ന് ഒരു നിങ്ങൾ എങ്ങനെയാണ് മാർക്കറ്റിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ അല്ലെങ്കിൽ ഓപ്ഷനെ നോക്കേണ്ടത് എന്നുള്ളത് തന്നെ ചെറിയൊരു സാമ്പിള് അല്ലെങ്കിൽ ചെറിയൊരു നിങ്ങൾക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഇത് ഈ പറയുന്ന കാര്യം വെച്ച് എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് വളരെ വളരെ നന്നായിരിക്കും. നിങ്ങൾക്ക് ലേണിങ്ങിന് ഇതൊരു എക്സ്ട്രാ മൈലേജ് തരും. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ ഒരു കാര്യം സെറ്റ് ചെയ്യുക, നല്ല രീതിയിലുള്ള എൻട്രികൾ കിട്ടുന്നുണ്ടോ. അല്ലാതെ ഇത്ര പോയിൻറ്റ്സ് ഗ്രാബ് ചെയ്യണം അല്ലെങ്കിൽ ഇത്ര പ്രോഫിറ്റ് ഉണ്ടാക്കണം, റിസ്ക് റിവാർഡ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അതൊക്കെ ശരിയാണ്. റിസ്ക് റിവാർഡൊക്കെ നിങ്ങൾ ഡിഫൈൻ ചെയ്യുന്നത് ശരിയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നല്ല സ്ഥലങ്ങളിൽ നമുക്ക് എൻട്രികൾ കിട്ടുന്നുണ്ടോ, ആ സ്ഥലങ്ങളിൽ മാത്രമേ എൻട്രി എടുക്കാവൂ. കാര്യത്തിൽ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. പക്ഷേ ആ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നതിൽ സന്തോഷം നമുക്ക് വരാൻ പാടില്ല. ഇന്ന് നല്ലൊരു എൻട്രി കിട്ടി, അതേപോലെ നല്ലൊരു എക്സിറ്റും കിട്ടി. ഇത് എപ്പോഴാണോ നമ്മുടെ ട്രേഡർ ഇൻഡിവിജ്വലായിട്ട് ഒരു ട്രേഡറിന് മൈൻഡിൽ വരിക, അപ്പോഴാണ് ആ സക്സസിൻ്റെ ജേണി തുടങ്ങുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു സ്ക്രീൻഷോട്ടാണ്. നിഫ്റ്റിയുടെ ഫ്യൂച്ചറിൻ്റെ ഡെറിവേറ്റീവ്സിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതും ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു 2 സെക്കൻഡ് സംസാരിക്കാൻ പോകുന്നതും. ഇതിനകത്ത് നിഫ്റ്റി നല്ല രീതിയിൽ മുകളിൽ നിന്ന് താഴോട്ടുള്ള ഒരു യാത്ര ചെയ്തിരുന്നു ലാസ്റ്റ് ട്രേഡിംഗ് ഡേ വെള്ളിയാഴ്ച. നിഫ്റ്റി ഫ്യൂച്ചറും അത് തന്നെയാണ്. നമ്മളെപ്പോഴും നിഫ്റ്റി ഫ്യൂച്ചർ ബേസ് ചെയ്തിട്ട് മാത്രമേ ചാർട്ടിൽ ഡിസ്കസ് ചെയ്യാറുള്ളൂ. എനിക്ക് തോന്നുന്നു ഇന്ത്യ മഹാരാജ്യത്ത് വളരെ കുറഞ്ഞ ആൾക്കാർ മാത്രമേ നിഫ്റ്റി ഫ്യൂച്ചറിനെ കുറിച്ച് സംസാരിക്കാറുള്ളൂ. കാര്യത്തിൽ അതിനകത്താണ് മൊത്തവും ട്രേഡിങ്ങിൻ്റെ സംഗതികൾ ഒളിഞ്ഞു കിടക്കുന്നത്. അതുകൊണ്ട് ആരും സംസാരിക്കില്ല. ഓക്കെ, സോ നമുക്ക് കാര്യത്തിലോട്ട് പോകാം. ഇത് ഇത്രയും മുകളിൽ നിന്ന് താഴോട്ട് വന്നല്ലോ, നിഫ്റ്റി ഫ്യൂച്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിഫ്റ്റി 50 ആയിക്കോട്ടെ, താഴോട്ട് വന്നല്ലോ ഈ യാത്ര. ഇത് 24,400 നമ്മുടെ ഒരു ചെറിയൊരു ഡിസ്കഷനാണ്. 24,400 ഒരു പുട്ടും 24,400 ഒരു കോളും നമ്മളിവിടെ എടുത്ത് വച്ചിട്ടുണ്ട്. ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് ഈ ഡിഫറൻസ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയത്തില്ല. അതിനകത്ത് 24,400 പുട്ട് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് 132 രൂപ 35 പൈസയാണ്. അതുകൊണ്ട് ഇവിടെ കാണുന്നുണ്ടോ ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു മൂന്നാമത്തെ ഇവിടെ കാണുന്നുണ്ടോ, കണ്ടോ? അതായത് 24,400 പുട്ട് 132 രൂപ 85 പൈസയ്ക്കാണ് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് നടന്നിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ക്ലോസിങ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു 6 രൂപ താഴോട്ട് കുറച്ചാണ് കൊടുത്തിരിക്കുന്നത്. 127 രൂപയാണ് കുറച്ച് കൊടുത്തിട്ടുണ്ട് ക്ലോസിങ് പ്രൈസ്. അത് തന്നെ മുകളിൽ നിന്ന് താഴോട്ട് വന്നതാണേ, ആലോചിക്കണം. അപ്പോൾ നമുക്ക് കൂടുതലല്ലേ തരേണ്ടത്, കൂടുതൽ തന്നിട്ടില്ല. ഓപ്ഷനിൽ കൂടുതൽ തന്നിട്ടില്ല. താഴെ വന്ന് എന്തിൽ ക്ലോസ് ചെയ്താലും കൂടുതൽ തന്നിട്ടില്ല. അതിൽ നിന്ന് 6 രൂപ കുറച്ചാണ് ഇതിനകത്ത് ക്ലോസിങ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് നോക്കിയേ, 24,400 ഒരു കോള്, 24,400 ഒരു കോള് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ആയിക്കോട്ടെ 126 രൂപ 60 പൈസയാണ് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ്. അത് തന്നെ ക്ലോസിങ് കൊടുത്തിരിക്കുന്നതോ 136 രൂപ 50 പൈസയ്ക്കാണ് ക്ലോസിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 10 രൂപ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇത് മനസ്സിലായില്ലേ? 10 രൂപ, അതായത് 126 രൂപയ്ക്ക് ലാസ്റ്റ് ട്രേഡിംഗ് പ്രൈസ് ആണെങ്കിലും ക്ലോസിങ് ചെയ്തേക്കുന്ന കൂടുതലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ്? ഇത് നിങ്ങൾ പഠിക്കുക. ഇതിനെ വെച്ച് നിങ്ങൾ നിങ്ങളുടേതായ അനാലിസിസ് ചെയ്തു തുടങ്ങുക. സോ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് യൂസ്ഫുൾ ആയിരുന്നോ, ലേണിങ്ങിന് കൊള്ളാം, അല്ലെങ്കിൽ ഇത് ചുമ്മാ പൊട്ട തെറ്റാണ്, എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാവുന്നതാണ്. ഓക്കെ, നമുക്ക് വീണ്ടും നമ്മുടെ ആസ് യൂഷ്വൽ ചാർട്ടിലോട്ട് പോകാം. നമ്മുടെ നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ചാർട്ടാണ് ഇവിടെ നമ്മൾ വച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ എന്ന് പറയുന്നത് 130 രൂപ ആണ് നമുക്കിന്ന് കണ്ടുവരുന്നത്. 130 രൂപയാണ് കണ്ടുവരുന്നത്. സോ ഇതിനകത്ത് മൾട്ടി ഡേ ലോവിൻ്റെ ഒരു ഇതുമുണ്ട്. കരുതൽ വെള്ളി അതിന് മുന്നേ ഉള്ള ഒരു ലോ, വ്യാഴാഴ്ചത്തെ ഒരു ലോയും പിന്നെ ഈ ഇതിൻ്റെ ലോയും, വെള്ളിയാഴ്ചത്തെ ഒരു ലോയും, 2 ലോയും ബ്രേക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കുക. നിഫ്റ്റി ഫ്യൂച്ചർ ആണെങ്കിലും നിഫ്റ്റി സ്പോട്ട് ആണെങ്കിലും എങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് നോക്കുക.
പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇല്ലാതെ മാർക്കറ്റ് ഒരിക്കലും പോയിൻ്റ് ഓഫ് കൺട്രോൾ ഇല്ലാതെ നിഫ്റ്റി ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ഏത് സ്റ്റോക്ക് ആണെങ്കിലും ഏത് ട്രേഡിംഗ് മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിലും അതിനൊരു വില പറഞ്ഞ് ഉറപ്പിക്കാതെ മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പറ്റില്ല. ഇത് ആദ്യം മനസ്സിലാക്കണം. ആ ഒരു വിലയിൽ വന്നാൽ മാത്രമേ. പക്ഷേ ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഏത് സ്ട്രൈക്കാണ് ആ വിലയിൽ നമുക്ക് മാച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം പോയിൻ്റ് ഓഫ് കൺട്രോൾ ആരാണ് ഡിസൈഡ് ചെയ്യുന്നത്? ആദ്യത്തെ 15 മിനിറ്റിലുള്ള ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണോ, അല്ല അതിന് ശേഷമാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും സപ്പോർട്ടിൽ വരുമ്പോഴാണോ? നമ്മളിപ്പോൾ ഇവിടെ സപ്പോർട്ട് ലൈനൊക്കെ കൊടുത്തിട്ടുണ്ടോ കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ 24,335 വരുമ്പോൾ സ്പാട്ട് എവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കുക. എന്നിട്ട് ആ സ്പാട്ടിലാണോ ആ ഒരു വിലയിലാണോ അവർ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പറയുന്ന ഈ പോയിൻ്റ് ഓഫ് കൺട്രോൾ. ഓക്കെ, ഇതൊന്ന് ശ്രദ്ധിക്കുക. ശ്രദ്ധിച്ചതിന് ശേഷം അതില്ലാതെ മുന്നോട്ടോ പിന്നോട്ടോ പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇത് ആ വിലപേശൽ എവിടെയാണ് ഏത് സ്ട്രൈക്കിലാണ് നടക്കുന്നതെന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിൻ്റ് ഓഫ് കൺട്രോൾ ബേസ് ചെയ്തൊരു സ്ട്രാറ്റജി സെറ്റപ്പ് നിങ്ങൾക്ക് തന്നെ തയ്യാറാക്കാൻ പറ്റും. അത് വെച്ച് നിങ്ങൾക്ക് നല്ല നല്ല എൻട്രിയും എക്സിറ്റും കിട്ടും. സോ ഇത്രയും നേരം കണ്ടതിൽ നന്ദി. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.